കോമൺ സെൻസിനെ പോലെ നാണം കെടുത്തുന്ന കുറച്ചു പേരുടെ ലേറ്റസ്റ്റ് വീഡിയോസ് ആണ് ഇന്നത്തെ എപ്പിസോഡ്. പ്രളയവെള്ളത്തിൽ നിന്ന് ബോംബ് പിടിച്ച് വീട്ടിൽ വെക്കുന്നവർ മുതൽ മട്ടൻകറിയുടെ പേരിൽ കല്യാണം അടിച്ച് പിരിച്ചു വിട്ടവർ വരെ ഇന്നത്തെ ലിസ്റ്റിലുണ്ട്. അധികം സംസാരിച്ച് സമയം കളയുന്നില്ല, നേരെ ആദ്യത്തെ ലോജിക് ഇല്ലാത്ത ഐറ്റത്തിലേക്ക് പോകാം. വൈറൽ ജംഗ്ഷനിലേക്ക് സ്വാഗതം. നമ്മൾ വെള്ളത്തിൽ മീൻ പിടിക്കുന്നതും വള്ളം കളിക്കുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട്. എന്നാൽ മഹാരാഷ്ട്രയിലെ റായ്ഗഡുകാർ ഒരു പടി കൂടി കടന്ന് LPG സിലിണ്ടർ പിടുത്തം മത്സരമാക്കിയിരിക്കുകയാണ്. സംഗതി മറ്റൊന്നുമില്ല, അവിടെയുള്ള ഒരു HPSCL പ്ലാന്റിന് മതിൽ തകർന്ന് 3000-ഓളം ഗ്യാസ് സിലിണ്ടറുകൾ പ്രളയവെള്ളത്തിൽ ഫ്രീ ആയിട്ട് ഒഴുകി നടക്കുകയാണ്. ഇത് കണ്ട നാട്ടുകാർ വിചാരിച്ചു, കേന്ദ്ര സർക്കാർ തന്ന സബ്സിഡി നേരെ വീട്ടിലേക്ക് ഒഴുകി വരുന്നു എന്ന്. എന്നാൽ അക്കരെ നിന്ന് അധികൃതർ അലറി വിളിച്ച് പറയുന്നുണ്ട്, അതിൽ ഗ്യാസ് ഉണ്ട്, വാൽവ് കേടായിട്ടുണ്ടാകാം, എടുത്തുകൊണ്ടുപോയി വീട് മൊത്തം എയറിലാക്കരുത് എന്ന്. പക്ഷെ ആര് കേൾക്കാൻ? ജീവൻ പണയം വെച്ച് നീന്തിച്ചെന്ന് സിലിണ്ടറും കെട്ടിപ്പിടിച്ച് വീട്ടിലേക്ക് പോകുന്ന ചേട്ടന്മാരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ താരങ്ങൾ. കളക്ടർ കിഷൻ ചാവലെ ഒടുവിൽ കൈകൂപ്പി പറഞ്ഞിട്ടുണ്ട്, കിട്ടിയതൊക്കെ അടുത്തുള്ള തഹസിൽദാർ ഓഫീസിലേക്കോ ഗ്യാസ് ഏജൻസിയിലേക്കോ കൊണ്ടുപോയി കൊടുക്ക്, ഡൈനാമിറ്റ് വീട്ടിൽ വെച്ച് ഉറങ്ങല്ലേ എന്ന്. അടുത്ത ബീഹാറിൽ നിന്നുള്ള ഭക്ഷണ പ്രേമികളുടെ കഥയാണ്. കല്യാണം കഴിഞ്ഞ് സദ്യ മോശമായാൽ വധൂവരന്മാർക്ക് പോലും ട്രോള് കിട്ടുന്ന കാലമാണ്. എന്നാൽ ബീഹാറിലെ സഹർസയിൽ ഒരു കഷ്ണം മട്ടന് വേണ്ടി നടന്നത് WWE പോരാട്ടമാണ്. മുഹമ്മദ് ജാവേദിന്റെ മകളും മുഹമ്മദ് അൻവറിന്റെ മകനും തമ്മിലുള്ള കല്യാണം. പെണ്ണ് കാണാൻ പോയപ്പോൾ പെൺവീട്ടുകാർ ഒരു മാസ് ഡയലോഗ് അടിച്ചു, കല്യാണത്തിന് മട്ടൻ വെച്ച് തകർക്കാമെന്ന്. പക്ഷെ പന്തിയിലിരുന്ന വരന്റെ വീട്ടുകാരുടെ മുന്നിൽ കിടക്കുന്നു ചിക്കൻ കറി. ആളെ കളിയാക്കുന്നുണ്ടെന്ന് ചോദിച്ച് വരന്റെ വീട്ടുകാർ അലറി. പിന്നെ അവിടെ നടന്നത് സൽക്കാരമല്ല സുഹൃത്തുക്കളെ, തല്ലുമാലയായിരുന്നു. പ്ലേറ്റും കസേരയും ഒക്കെ ആകാശത്തൂടെ പറന്നു. അടികൊണ്ട് വരന്റെ ഭാഗത്തെ 12 പേരാണ് നേരെ ഹോസ്പിറ്റലിൽ ലാൻഡ് ചെയ്തത്. ഒടുവിൽ പോലീസ് വന്ന് സീൻ ശാന്തമാക്കി. ഇനി ചൈനയിലേക്ക് പോകാം. അവിടെ പ്രളയത്തിന്റെ കൂടെ നാട്ടുകാർക്ക് കിട്ടിയത് ഒരു ബോണസ് ഓഫറാണ്. 1 2 900 പാമ്പുകൾ. ചൈനയിലെ ഹെങ്ഷൌവിൽ കനത്ത വെള്ളപ്പൊക്കത്തിനിടയിലാണ് ഒരു ലോക്കൽ പാമ്പ് വളർത്തൽ കേന്ദ്രം തകർന്ന് തരിപ്പണമായത്. അതോടെ അതിലുണ്ടായിരുന്ന 900-ഓളം പാമ്പുകൾക്ക് ഫ്രീഡം കിട്ടി. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് അനുസരിച്ച് ഇതിൽ ഭൂരിഭാഗവും പാവം വിഷമില്ലാത്ത പാമ്പുകളാണത്രേ. പക്ഷെ ഇടയ്ക്ക് കുറച്ച് മൂർഖം പാമ്പുകളും ഗസ്റ്റ് റോളിൽ വരുന്നുണ്ട്. വീടിന്റെ മതിലിലും കട്ടിലും വരെ പാമ്പുകൾ കൂട്ടത്തോടെ അരിച്ചു കയറുന്ന ദൃശ്യങ്ങൾ കണ്ട് സോഷ്യൽ മീഡിയ പാമ്പ് ഭീതിയിലാണ്. നിലവിൽ പാമ്പുകളെ പൂട്ടാൻ ഒരു 10-അംഗ സ്പെഷ്യൽ സ്ക്വാഡ് ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആരും സ്വന്തം നിലയിൽ പാമ്പിനെ പിടിച്ച് ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ചെയ്യാൻ നിൽക്കരുത് എന്ന് അധികൃതർ കർശന മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അവസാനമായി നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ എപ്പോഴും കേൾക്കുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ഇന്ത്യ ഈസ് നോട്ട് ഫോർ ബിഗിനേഴ്സ് എന്നത്. ഇതിനെ അർത്ഥമാക്കുന്ന ഒരു 1.5 കാഴ്ചയാണിത്. തിരക്കേറിയ ഒരു ജംഗ്ഷനിൽ റോഡിന് നടുക്ക് കിടക്കുന്ന ഒരു കാളുടെ വയറ്റിൽ തലവെച്ച് യാതൊരു ഭയമില്ലാതെ സുഖമായി കിടന്നുറങ്ങുന്ന ഒരു ചേട്ടന്റെ വീഡിയോ. ചുറ്റും വണ്ടികൾ ഹോണടിച്ച് പോകുന്നുണ്ട്. കാളയാണെങ്കിൽ പാറ പോലെ കിടക്കുന്നു. ചേട്ടൻ ഒരു 1.5 ഉറക്കത്തിലും. വീഡിയോ കണ്ട് മിക്കവരും പറയുന്നത് അത് ജീവിത ക്ഷീണം കൊണ്ട് ആശ്വാസം തേടി കാളയുടെ അടുത്ത് കിടന്നതാണെന്നാണ്. ആ ശാന്തത കണ്ടില്ലേ എന്ന്. എന്തായാലും ഈ കിടപ്പ് കണ്ടിട്ട് റോഡിലെ വണ്ടിക്കാർക്കാണ് നെഞ്ചിടിപ്പ് കൂടിയത്. അപ്പൊ സുഹൃത്തുക്കളെ, ഇതൊക്കെയാണ് ഇന്നത്തെ ഇന്റർനെറ്റിലെ അതിശയങ്ങൾ. അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.